അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. For a first order reaction A giving products, the plot of ln AT by A0 versus time, where A0 and AT refer to concentration at time t is equal to 0 and t respectively, is option A, straight line with positive slope passing through the origin. Option B, a straight line with negative slope passing through the origin. Option C, exponential curve asymptotic to the time axis. Option D, a curve asymptotic to the ln AT by A0 axis. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ln AT by A0 വേഴ്സസ് ടൈം ഗ്രാഫ് എങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് കൈനറ്റിക് ഇക്വേഷനിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യാം ഗ്രാഫും. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക് റിയാക്ഷൻ കൈനറ്റിക് ഇക്വേഷൻ എന്താണ്? K is equal to 1 by T ln A by A minus X. ഇതാണ് ഇക്വേഷൻ. ഇതിൽ എയുടെ സ്ഥാനത്ത് A0, A minus Xന്റെ സ്ഥാനത്ത് AT. So K is equal to 1 by T ln A0 divided by AT. ഇവിടെ ഗ്രാഫ് ചോദിച്ചിരിക്കുന്നത് ln AT by A0 വേഴ്സസ് ടൈം ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന് തലതിരിക്കണം. ഇതിന് തലതിരിക്കുന്ന വരുമ്പോൾ this becomes negative. So log AT by A0 is equal to minus KT. Okay. So നെഗറ്റീവ് സ്ലോപ്പ് ആണ്. അപ്പോൾ m വാല്യൂ മൈനസ് k ആണ്. ഇത് y is equal to mx plus c എടുത്തു കഴിഞ്ഞാൽ അതിൽ m വാല്യൂ വരുന്ന ഭാഗത്ത് മൈനസ് k ആണ് വരുന്നത്. സോ ln AT by A0 വേഴ്സസ് ടൈമിൽ നെഗറ്റീവ് സ്ലോപ്പ് straight line with a negative slope passing through the origin. Option B ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കേൾക്കുന്നില്ലേ? அடுத்த question, for a reaction 2A plus B giving 3Z, if the rate of consumption of A is 2 into 10 raised to minus 4 moles per dm cube per second, the rate of formation of Z will be. The equation differential rate law equation വഴിയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻ എന്താണ്? 2A plus B giving 3Z. എങ്ങനെയുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത്? മൈനസ് 1/2 dA by dt is equal to
plus 1 by 1 dB by dt is equal to, sorry, not plus, minus ആണ്, plus 1 by 3 പ്രൊഡക്റ്റ് വരുമ്പോൾ മാത്രം പ്ലസ് dz by dt. റിയാക്ടൻസ് സൈഡിൽ വരുമ്പോഴൊക്കെ നെഗറ്റീവ് ആയിരിക്കണം. സ്റ്റോഷിയോമെട്രി ആയി വരുന്നതെല്ലാം താഴേക്ക് വരണം. പ്രൊഡക്റ്റ് സൈഡിൽ വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കണം. ഈ ഇക്വേഷൻ വെച്ചാണ് അത് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് എ. റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി മൈനസ് ഡി എ ബൈ ഡി ടി. This is given as 2 into 10 raised to minus 4. And we have to find out the rate of formation of set. Either dz by dt ആണ് കണ്ടുപിടിക്കേണ്ടത്. So ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് minus 1 by 2 dA by dt is equal to plus 1 by 3 dz by dt എന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാൻ താഴേക്ക് എഴുതാണ്. dz by dt is equal to എന്താ, divided by 3 ഇങ്ങോട്ട് പോകും, minus 3 by 2 dA by dt. So minus dA by dt നമുക്കറിയാം, that is 2 into 10 raised to minus 4 ആണ്. അതേ into 3 divided by 2. 2 2 വെട്ടിപ്പോയി. So the answer is 3 into 10 raised to minus 4 moles per dm cube per second. So option number A ആണ് ആൻസർ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. The concentration of reactant R varies with time for two different reactions as shown in the following plots. രണ്ട് ഗ്രാഫ് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓർഡർ ഓഫ് റിയാക്ഷൻസിന്റെ ആണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ R വേഴ്സസ് ടൈം, സെക്കൻഡ് വൺ 1/R വേഴ്സസ് ടൈം. അപ്പോൾ ഇതിൽ സീറോ ഓർഡർ കൈനറ്റിക്സിന്റെ chemical kinetic equation, we know that K is equal to A minus X divided by T. അപ്പോൾ ഇവിടെ R എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. K is equal to R0 minus R divided by T. So KT is equal to R0 minus R. ഇനി എല്ലായിടത്തും
ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കെ ടി ഇസ് ഈക്വൽ ടു മൈനസ് R0 പ്ലസ് R. For R is equal to minus KT plus R0. So this is of the form y is equal to mx plus c. ആ രീതിക്കല്ലേ ഈ ഗ്രാഫ് വന്നിട്ടുള്ളത്. ഇവിടെ y എന്ന് പറയുന്നത് 6, x എന്ന് പറയുന്നത് ടൈം, സോ m എന്ന് പറയുന്നത് മൈനസ് കെ, മൈനസ് സ്ലോപ്പ് ആണ്, സോ ദാറ്റ് ഈസ് മൈനസ് കെ. x is t time. Here it is the R0 will be the y-intercept. So this actually belongs to 0 order. ഇനി അടുത്ത ഗ്രാഫ് നോക്കാം, അത് എതിരെയാണെന്ന്. ഇത് 0 ഓർഡർ ആണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലെ? വേണമെങ്കിൽ ഇതിൽ മാച്ചിട്ട് തന്നെ എനിക്ക് അടുത്തത് എഴുതാനായിട്ടായിരുന്നു. ക്ലിയർ ആണോ അത്? അതായത് 0 ഓർഡർ ഇക്വേഷൻ എഴുതി അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ പോലെയാണ് വരുന്നത്. സോ y is equal to mx plus c യുടെ നമുക്ക് വരയ്ക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ കിട്ടും. ഇനി അടുത്ത ഗ്രാഫ് വന്നിരിക്കുന്നത് 1/r വേഴ്സസ് ടൈം ആണ്. സോ അത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ ആണ്. അത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ കൈനറ്റിക് ഇക്വേഷൻ എന്താണ്? നമുക്കിപ്പോൾ ഏതൊരു ഓർഡർ ഓഫ് റിയാക്ഷൻ്റെയും കൈനറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ളൊരു ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് k is equal to 1/t into n minus 1 into 1/a minus x whole raised to n minus 1 minus 1/a raised to n minus 1. ഇതിൽ ഏതാണ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഡർ ഇട്ട് കൊടുത്താൽ മതി. എക്സെപ്റ്റ് for first order reaction, this can be taken as a generalized form of kinetic equation for any order except for first order. First order ne use ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൽ സെക്കൻഡ് ഓർഡറിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? 1/t into 2 minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ 1/t 1/a minus x 2 minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ. 1/a raised to 2 minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ എക്ക് R0 എന്ന് കൊടുത്തു, a മൈനസ് എക്സിന് R എന്നും കൊടുത്തു. സോ വി വിൽ ഗെറ്റ് k is equal to 1/t 1/r minus 1/r0. So kt is equal to 1/r minus 1/r0. 1/r is equal to kt plus 1/r0.
So again, y is equal to mx plus c. Here intercept area 1 by r0. M with the positive slope k. T is the x-axis. 1 by r is the y-axis. So the second graph follows the second order kinetics. First graph follows the zero order kinetics. So option C is the answer. 0 and 2. Clear alle? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. So next question is, if the rates of a reaction are R1 and R2 at concentrations C1 and C2 of a reactant respectively, the order of a reaction N, assuming that the concentrations of all the other reactants and temperature remains constant with respect to that reactant is given by. Under rate, under concentration, what will be the equation of order? That's the question. So suppose we can write R1 as K into C1 raised to N, and R2 as K into C2 raised to N. So this is equation number 1. This is equation number 2. And I am dividing 1 by 2. So it would become R1 divided by R2 is equal to C1 by C2 all raised to N. Now I am taking logarithm. So log R1 by R2 is equal to N log C1 by C2, or N is equal to log R1 minus log R2 divided by log C1 minus log C2. Okay, so this one, option number A. Then the R1 is equal to Kc1 raised to N, R2 is equal to Kc2 raised to N. Then we divide these two equations to get the relationship, which is the answer is option A. Okay, now. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. Half-life T half for a third order reaction 3C giving products where C0 is the initial concentration of C will be. 2016 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ തേർഡ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജനറലൈസ്ഡ് ഫോം ഓഫ് കെമിക്കൽ കൈനറ്റിക് ഇക്വേഷൻ ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു K is equal to 1 by T into n minus 1, 1 by A minus X whole raised to n minus 1 minus 1 by A raised to n minus 1. ഇതിലെ തേർഡ് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ just put wherever n is as 3. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? K is equal to 1 by 2T. 3 minus 1 2 ആണ്. 2T 1 by A minus X square divided by A square. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്ക് പകരം C0 ആണ്. ആൻഡ് A minus Xന് പകരം we can take it as C. So equation becomes 1 by 2T 1 by C square minus 1 by C0 square. ഇതിൽ നിന്ന് 2KT 2T ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി is equal to 1 by C square minus 1 by C0 square നായി. So 1 by C square is equal to 2KT plus 1 by C0 square. ഓക്കെ, ഇനി മോൾ ഭാഗം ഞാനൊന്ന് മാറ്റുന്നുണ്ട്. We know that when T becomes T half, C becomes C0 divided by 2. So this equation 1 by C square is equal to 2KT plus 1 by C0 square എന്നുള്ളത് എന്തായി മാറും? 1 by C0 by 2 square 2KT plus 1 by C0 square. So 1 by C0 square divided by 4 is equal to 2KT plus 1 by C0 square. താഴ്ഭാഗം ഒന്ന് മായ്ക്കുന്നേ. വൺ ബൈ C0 സ്ക്വയർ ബൈ 4 എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? 4 by C0 സ്ക്വയർ എന്ന് എഴുതാം. ദെൻ 1 by C0 സ്ക്വയറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ is equal to 2KT എന്നായി. So 4 by C0 square minus 1 by C0 square. So it is 3 by C0 square, which is equal to 2KT. For T എന്നുള്ളത് T half എന്ന് എഴുതണേ.
So T half is equal to three by two K C0 square. T half in order നിർത്തി 2K നെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്താ ചെയ്തത്? ആദ്യം generalized form of equation ഇട്ടു. K is equal to 1 by T into n minus 1 1 by a minus x whole raised to n minus 1 minus 1 by a raised to n minus 1. ഇതിന്റെ third order reaction the chemical kinetic equation ഇതിൽ നിന്ന് derive ചെയ്തു. അത് derive ചെയ്തതിന് ശേഷം അതിൽ T is equal to T half എന്ന കണ്ടീഷൻ കൊടുത്തു. അപ്പോൾ C becomes C0 by 2 എന്നുള്ള കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ we can get T half is equal to 3 by 2 KC0 square. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഡിറൈവ് ചെയ്യാം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The fraction of groups condensed at the time t in any stepwise condensation polymerization ബ്രാക്കറ്റിൽ ഓവറോൾ സെക്കൻഡ് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്രൂപ്പ്സ് കണ്ടൻസ് ചെയ്തത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ എ സ്റ്റെപ്പ് വൈസ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ അത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ട്. So we have to start from the second order chemical kinetic equation. So we know that കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ജനറലൈസ്ഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇതിൽ n is equal to 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ this equation becomes k is equal to 1 by t 1 by a minus x minus 1 by a. kt is equal to ഇതെന്താവും a minus x a minus x എയും എയും വെട്ടിപ്പോയി മൈനസും മൈനസും കൂടി പ്ലസ് ആയി a into a minus x. ടീനെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഇത് a minus x. ഇവിടെ താഴെ ഗുണനവും ചെയ്തു. അപ്പോൾ അതെന്താവും kt x a square minus xa. ഇവിടേക്ക് എഴുതാം kt into a square minus xa is equal to x. kt a square minus
KTXA is equal to x. X ഉള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. KTA square is equal to x plus KT into XA. So x നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 plus KTA square. X is equal to KTA square divided by 1 plus KTA. ഇനി ചോദിച്ചിരിക്കുന്നത് ഫ്രാക്ഷൻ ഓഫ് ഗ്രൂപ്പ്സ് കണ്ടൻസ്ഡ് ആണ്. അപ്പോൾ ടോട്ടലി കണ്ടൻസ് ചെയ്യുന്നത് ഫ്രാക്ഷൻ ഓഫ് ഗ്രൂപ്പ് കണ്ടൻസ് എന്ന് പറയുന്നതാണ് എക്സ്. ഫ്രാക്ഷൻ ആവുന്നത് എപ്പോഴാണ്? then it is divided by the total molecules get condensed. Total molecules എന്ന് പറയുന്നത് A അല്ലേ? സപ്പോസ് A ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അത് P ആയി കണ്ടൻസ് ചെയ്യാണ്. അപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ A ആയിരുന്നു ആദ്യം, അതാണ് കംപ്ലീറ്റ്ലി കണ്ടൻസ് ചെയ്യേണ്ടത്. കണ്ടൻസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ 0 ആണ്. ആഫ്റ്റർ എ ടൈം T A മൈനസ് എക്സ് ഐ എ, അതായത് എക്സ് കണ്ടൻസ് ചെയ്തു, അതാണ് ഈ എക്സ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് കണ്ടൻസ്ഡ്. സോ ആ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടൻസ് ചെയ്തത് ഡിവൈഡഡ് ബൈ ടോട്ടൽ, അതായത് ആദ്യം ഉണ്ടായിരുന്ന ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എ ചെയ്യണം. ഈ പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലേ? ഒന്നുകൂടി പറയണോ? എ എന്ന് പറയുന്ന റിയാക്ടന്റ് ആണ് പി ആയി കണ്ടൻസ് ആവുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എ ആയിരുന്നു അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ആഫ്റ്റർ എ ടൈം ടി എക്സ് മോളിക്യൂൾസ് കണ്ടൻസ്ഡ് ആയി. സോ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് കണ്ടൻസ്ഡ് ആയത് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മോളിക്യൂൾസ്, അതായത് എ ചെയ്യണം. അപ്പോൾ എക്സ് ഇത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ കെ ടി എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ ടി എ ഇൻറ്റു എ, അതെന്താ? കെ ടി എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ ടി എ. ഇനി ഈ ഇക്വേഷനിൽ എയുടെ സ്ഥാനത്തൊക്കെ നമ്മൾ A0 എന്ന് കൊടുക്കുന്നു, സിൻസ് ഓൾ ദ ഓപ്ഷൻസ് ഗിവൺ ആർ ഇൻ A0. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? കെ ടി A0 divided by 1 plus KT A0. So option number C is the answer. Repeat ചെയ്യണോ? Clear ആണോ? അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കട്ടെ. ഒന്നുകൂടി പറയണം, ഒന്നുകൂടി പറയാം. ഒന്ന് മാച്ചിട്ട് ഒന്നുകൂടി പറയാം.
സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രാക്ഷൻ ഓഫ് ഗ്രൂപ്പ്സ് കണ്ടൻസ്ഡ് അറ്റ് time t in a stepwise condensation polymerization reaction which is having the second order. Okay, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സിന്റെ കെമിക്കൽ കൈനറ്റിക്സ് ഇക്വേഷനിൽ നിന്നാണ് ഡെറിവേഷൻ ആരംഭിക്കുന്നത്. സോ K is equal to 1 by T into 1 by A minus X minus 1 by A. That's the second order in the chemical kinetics equation. With even the Kt is equal to A minus X divided by A square minus XA. So Kt into A square minus XA is equal to X. A may multiply minus of X is capital X. So Kt A square minus Kt XA is equal to X, or Kt A square, sorry, Kt A square is equal to X plus Kt XA. This is X പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 plus Kt into A. So X is equal to Kt A square divided by 1 plus Kt A. ഇതുവരെ ക്ലിയർ ആണല്ലോ. ഇനി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് A എന്ന് പറയുന്ന ഒരു റിയാക്റ്റന്റ് ആണ് getting condensed as the product P. അപ്പോൾ at a time 0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A ആയിരിക്കും. A എന്ന് പറയുന്ന റിയാക്റ്റന്റിന്റെ കണ്ടൻസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ആഫ്റ്റർ എ ടൈം പീരീഡ് T ഈ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ A minus X ആയിട്ട് കുറയും. when X product gets condensed. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രാക്ഷൻ ഓഫ് ഗ്രൂപ്പ്സ് കണ്ടൻസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ചോദിച്ചതിനാൽ X divided by total molecule get condensed. Total molecule എപ്പോഴാണ് condensed ആവുക? when this A initial concentration പ്രൊഡക്റ്റിൽ വരുമ്പോൾ. ഫൈനൽ ടൈം ടിയിൽ ഈ A എന്നുള്ളത് ഒരു ടൈം പീരീഡിൽ A minus X ആയപ്പോൾ ഇവിടെ X ആയി. ഇനി കംപ്ലീറ്റ് ആയിട്ട് A P ആയി കണ്ടൻസ് ആവുന്ന ടൈമിൽ ഇവിടെ 0 ആയിരിക്കും, ഇവിടെ A യു ആയിരിക്കും അല്ലേ? അപ്പോൾ അതാണ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. X by A. X ഇപ്പോൾ കണ്ടൻസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ഇനി ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടൻസ് ചെയ്താൽ ഉണ്ടാവുന്ന കോൺസെൻട്രേഷൻ ആണ് A. അപ്പോൾ അത് ഈ X എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു എയും കൂടി വരും താഴെ. സോ A സ്ക്വയർ എന്താവും? A ആയിട്ട് മാറും. എന്നിട്ട് ഈ എക്ക് പകരം ഓപ്ഷനിലെല്ലാം A0 ആയതുകൊണ്ട് A0 കൊടുക്കുക. അപ്പോൾ എന്താവും? Kt A0 divided by 1 plus Kt A0. So it is option number C. Clear ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. ഓക്കെ. In kinetic study of a chemical reaction, slopes are drawn at different times in the plot of concentration of reactants versus time. The magnitude of slopes with increase of time. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു ട്രിക്കി ഇൻ എ വേ, അതൊരു ശരിയായ രീതിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം ഇതിപ്പോൾ ഏത് ഓർഡർ ആണ് എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇതിലിപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് റിമെയിൻസ് അൺചേഞ്ച്ഡ്, ഇൻക്രീസസ്, ഡിക്രീസസ്, ലാസ്റ്റ് ഓപ്ഷൻ ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് പീരിയോഡിക്കലി. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇത്രയാണ്: ഒരു കൈനറ്റിക് സ്റ്റഡി ഓഫ് കെമിക്കൽ റിയാക്ഷനിൽ സ്ലോപ്പ് ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ലോപ്പ് എന്ത് സംഭവിക്കും? റിമെയിൻ അൺചേഞ്ച്ഡ് ആണോ, ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്യുക, ഡിക്രീസ് ചെയ്യുകയാണോ ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ഓർഡർ എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓർഡറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. സി വേഴ്സസ് ടൈം. അപ്പോൾ അതിന്റെ കേസിലാണെങ്കിൽ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അത് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആൻസർ ഡീറ്റെയിൽ സൊല്യൂഷനിൽ വരച്ചിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് എടുക്കും തോറും, അതായത് ടൈം പീരീഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യും തോറും സ്ലോപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പോൾ ഫസ്റ്റ് ഓർഡറിന്റെ കേസിലാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. പക്ഷേ ഇഫ് ഇതൊരു സീറോ ഓർഡർ ആണെങ്കിൽ സി വേഴ്സസ് ടൈം ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും ചെയ്തു. ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് അതിന്റെ ഗ്രാഫ്. സോറി, താഴെ വരയ്ക്കാം. ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരിക. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്. ഇതിലിപ്പോ നെറ്റിന് 2017 ആൻസർ ഷീറ്റിലെ ആൻസർ ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് അവര് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഫസ്റ്റ് ഓർഡറിന്റെ ഗ്രാഫാണെന്ന് വിശ്വസിക്കാം നമുക്ക്. പക്ഷെ ഇതൊരു ക്വസ്റ്റ്യൻ പൂർണ്ണമല്ല ശരിക്കും. ചിലർക്ക് ഇതിപ്പോ ഫസ്റ്റ് ഓർഡർ എടുത്ത് വരയ്ക്കാം, അങ്ങനെയാണെങ്കിൽ അത് ഡിക്രീസ് ചെയ്യും. സീറോത്ത് ഓർഡർ ആണെങ്കിൽ സ്ലോപ്പ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഒന്നുമില്ലെങ്കിൽ ഇത് രണ്ടും കൊടുക്കുന്നവർക്കും മാർക്ക് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ CSIR ഓപ്ഷൻ സിക്കാണ് മാർക്ക് കൊടുത്തത്. അതുകൊണ്ട് അതൊരു ആ ക്വസ്റ്റ്യനൊരു അങ്ങനൊരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഫർദർ ഡിസ്കഷൻ ആ ക്വസ്റ്റ്യനിൽ വേണോ? സ്ലോപ്പ് കുറയുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഫസ്റ്റ് ഓർഡറിൽ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Reaction between A and B is carried out in different initial concentrations and the corresponding half-life times are being measured. The data listed in the table. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒരാളുടെ ഫിക്സ് ചെയ്തിട്ട് മറ്റൊരാളുടെ മാറ്റുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റിൽ ഉണ്ടാവുന്ന മാറ്റമാണ് ചോദിക്കാറുള്ളത്. പക്ഷേ 2017 ഡിസംബറിൽ ചോദിച്ചിരിക്കുന്നത് റേറ്റിലോ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ തന്നിരിക്കുന്നത് T½ ആണ്. റേറ്റ് കോൺസ്റ്റന്റിന് പകരം T½ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് നേരെ ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആണ് T½ അപ്പോൾ അതിനനുസരിച്ച് വേണം ആൻസർ നോക്കി എഴുതാനായിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ ചെയ്തിട്ടുള്ളത് എന്താ, ഫസ്റ്റ് കേസിൽ ഇപ്പോൾ 500 A0ന്റെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കൂട്ടിയിരിക്കുന്നത് B0യുടെ ഇരട്ടിയാക്കിയിരിക്കുകയാണ്. 10 എന്നുള്ളത് 20 ആക്കിയപ്പോൾ T½ മാറ്റമൊന്നുമില്ല, 60 തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വി ക്യാൻ tell that
with respect to B0, the order is 1. ഇനി രണ്ടാമത്തെ കേസിലാണെങ്കിൽ B0 കോൺസ്റ്റന്റ് ആക്കി വെച്ച് A0ന്റെ കോൺസെൻട്രേഷൻ ഇരട്ടിയാക്കിയപ്പോൾ T ഹാഫ് പകുതിയായി കുറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സാധാരണ ഈ T ഹാഫിന് പകരം കെയുടെ വാല്യൂസ് ആണ് കൊടുക്കാറ്. അപ്പോൾ T ഹാഫ് പകുതിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയുടെ നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് T ഹാഫ് വരിക. അപ്പോൾ നമ്മൾ കെമിക്കൽ കൈനറ്റിക് ഇക്വേഷൻ ഒക്കെ എഴുതുമ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഓർഡറിൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡറിൻ്റെ ആണെങ്കിലോ എഴുതുമ്പോൾ K is equal to 1/T ln A divided by A minus X, ഇതാണ് ഫസ്റ്റ് ഓർഡറിൻ്റെ എഴുതുക. സെക്കൻഡ് ഓർഡറിൻ്റെ ആണെങ്കിൽ K is equal to 1/T into 1/A minus X minus 1/A. ഇതിൽ T എന്നുള്ളത് T ഹാഫ് ആക്കി മാറ്റുന്നു എന്നല്ലേ ഉള്ളൂ. സോ ഓൾവേസ് K ആൻഡ് T ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ T ഹാഫ് പകുതിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയുടെ വാല്യൂ, റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഡബിൾ ആവുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു B0 ഞാൻ പറഞ്ഞു ഡബിൾ ചെയ്തപ്പോൾ T ഹാഫിന്റെ വാല്യൂ മാറിയില്ല, അപ്പോൾ കെയുടെ വാല്യൂ മാറിയില്ല. സോ വിത്ത് റെസ്പെക്ട് ടു B0 1 ആണ്. വിത്ത് റെസ്പെക്ട് ടു A0 ഇരട്ടിയാക്കിയപ്പോൾ T ഹാഫ് പകുതിയായി. T ഹാഫ് പകുതിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയുടെ വാല്യൂ ഡബിൾ ആയി. സോ അത് 2 ടൈംസ് ആയി, 2 ആണ്. അപ്പോൾ K ഇൻറ്റു A സ്ക്വയർ ഇൻറ്റു B, ഇതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആണോ? ഇവിടെ ഒരാൾ സെക്കൻഡ് ഓർഡർ എന്ന് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഒന്നുകൂടി പറയാം. ഇതിപ്പോ തന്നിട്ടുള്ളത് A0ന്റെ കോൺസെൻട്രേഷൻ, B0ന്റെ കോൺസെൻട്രേഷൻ, T ഹാഫ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻ സാധാരണ തരാറുള്ളത് T ഹാഫിന് പകരം കെയുടെ വാല്യൂസ് ആണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ കെയുടെ T ഹാഫിന്റെയും റിലേഷൻഷിപ്പ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ എടുത്താലും സെക്കൻഡ് ഓർഡർ എടുത്താലും എപ്പോഴും കെന് ഓപ്പോസിറ്റ് ആയിട്ടാണ് T ഹാഫ് വരിക. അപ്പോൾ ആദ്യത്തെ കേസിൽ A0 കോൺസെൻട്രേഷൻ അവർ ഫിക്സ് ചെയ്ത് വെച്ച് B0നെ ഇരട്ടിയാക്കിയപ്പോൾ T ഹാഫ് സെയിം ആയിരുന്നു, മാറ്റം വന്നില്ല. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു B0 അതിൻ്റെ റേറ്റ് ലോ 1 ആണ്. അതായത് അതിൻ്റെ പവർ ഓർഡർ 1 ആണ്, B⁻²1. ഇനി സെക്കൻഡ് കേസിൽ എങ്ങനെയാണ്? B0നെ അവര് കോൺസ്റ്റന്റ് ആക്കി വെച്ചു, A0 2 ടൈംസ് ആക്കി. അങ്ങനെ 2 ടൈംസ് ആക്കിയപ്പോൾ T ഹാഫ് പകുതിയായിട്ട് മാറി, ഹാഫായി മാറി. അങ്ങനെ ഹാഫായി മാറുമ്പോൾ നേരത്തെ പറഞ്ഞു കെയും T ഹാഫും തമ്മിലുള്ള ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷൻ ആയതുകൊണ്ട് കെയുടെ വാല്യൂ ഡബിൾ ആയിട്ട് മാറും. സോ വെൻ A0 കോൺസെൻട്രേഷൻ ബിക്കംസ് 2 ടൈംസ്, K ബിക്കംസ് ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു A0 A സ്ക്വയർ എന്നുള്ള രീതിക്കാണ് അതിൻ്റെ റേറ്റ് ലോ വരുന്നത്. സോ K ഇൻറ്റു A സ്ക്വയർ ഇൻറ്റു B, ഇതാണ് റേറ്റ് ലോ വരിക. ഇപ്പൊ ക്ലിയർ ആണോ? സാധാരണ രീതിയിൽ T ഹാഫ് അല്ല കൊടുക്കാറ്, കെയുടെ രീതിയിലാണ് കൊടുക്കാറ്. അപ്പൊ അവരൊന്ന് ട്വിസ്റ്റ് ചെയ്തെന്ന് മാത്രം. രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ.
അത് കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. If the unit of rate constant of a reaction is L liter cube moles per raised to -3 per second, the order of the reaction is. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ജനറൽ ഫോം ആണ്. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ നമുക്ക് ഈ യൂണിറ്റ് കണ്ടാൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n - 1, എസ് റേസ് ടു -1. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ലിറ്റർ റേസ് ടു 3, മോൾ റേസ് ടു -3, സെക്കൻഡ് റേസ് ടു -1. ഈ ലിറ്ററിന് പകരം dm ക്യൂബിൽ തരാട്ടോ. സോ n - 1 is equal to 3 അല്ലേ? ഇവിടെ ലിറ്റർ ക്യൂബ് എന്നുള്ളടത്ത് n - 1 ആണ് വരേണ്ടത്. സോ n is equal to 3 + 1, 4. സോ ഓർഡർ 4 ആണ്. നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഈ ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ ആണ്. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n - 1, എസ് റേസ് ടു -1. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജൂൺ 2018 ചോദിച്ചിട്ടുള്ളതാണ്. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ. അടുത്തത് for a second order reaction, the straight line along the following plot is. The second order reaction chemical equation, kinetic equation ആദ്യം വരയ്ക്കുക. അതിൽ നിന്ന് ഗ്രാഫ് ഡിറൈവ് ചെയ്യാൻ പറ്റും. For second order reaction, K is equal to 1/T n - 1, 1/A - x raised to n - 1 minus 1/A raised to n - 1. ഇവിടെ എന്നിന്റെ സ്ഥാനത്തൊക്കെ രണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1/T 1/A - x minus 1/A raised to n - 1 തന്നെ. ഇവിടെ ഓപ്ഷൻസുകളെല്ലാം എക്സിന്റെ ഫോമിലാണ്. അപ്പൊ നമുക്ക് ഈ a - xന് x എന്ന് ആക്കാം, എക്ക് a0 എന്നും കൊടുക്കാം. അതായത് 1/T 1/AT minus a0 എന്ന് കൊടുക്കാം. ഇതിൽ AT എന്നുള്ളത് we are giving as x. അതെന്താവും? T ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 1/x minus, അപ്പൊ a0നെ നമുക്ക് എന്താ x0 എന്ന് കൊടുക്കാം. 1/x0 1/x is equal to kt plus 1/x0. This is of the form y is equal to mx plus c. So the graph will looks like this, with the x-axis time, y-axis 1/x, with the positive slope,
of k and the intercept 1 by x0. So 1 by x versus time ആണ് straight line തരുന്നത്. So option B is the answer. എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ല ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സംശയമില്ല എന്നാണോ? ഒന്നും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ കൈനറ്റിക് ഇക്വേഷൻ എടുക്കുക. അപ്പോൾ 1/t × 1/a - x - 1/a. a - x പകരം ഫൈനൽ കോൺസെൻട്രേഷൻ AT എന്നിട്ടു. അല്ലെങ്കിൽ ഈ ഓപ്ഷൻസ് തന്നിരിക്കുന്ന പ്രകാരം ഞാൻ 1/x എന്നിട്ടു. എക്ക് പകരം x0 എന്നിട്ടു. അതിനെ പിന്നെ y = mx + c എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റി. സോ 1/x versus time will give a positive slope graph with the x-intercept 1/x0. Okay. Last question. If the half-life of a reaction is inversely proportional to the square of the concentration of the reactant, the order of the reaction is. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനുകൾ ചെയ്തിരുന്നപ്പോൾ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ ആണ്. Half-life of a reaction is inversely proportional to n to the power of n - 1 of the initial concentration. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് T half is inversely proportional to a square. അങ്ങനെയാണെങ്കിൽ n എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So n is equal to n - 1 is equal to 2 ആണ് ഇതിൽ. So n is equal to 3. Option D. ഓക്കെ അല്ലേ? എല്ലാം ക്ലിയർ ആണെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യരുത്. ഇപ്പോൾ അഭിലാഷ് സാറ് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഷെയർ കൊടുത്തല്ലേ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഏതാണ്ട് 18 ഫാക്കൽറ്റീസ് ഉണ്ട്. നമ്മുടെ ബ്രോഷറിൽ നമുക്ക് 16 വരെ വെക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് 2 ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക. അപ്പോൾ ഇന്ന് കണ്ടല്ലോ, ഫസ്റ്റ് 500 ആയപ്പോൾ തന്നെ മീറ്റിംഗ് നമുക്ക് ലിമിറ്റായി പോയി. യൂട്യൂബ് സ്ട്രീം ചെയ്യാൻ പറ്റാത്ത ഒരു ടെക്നിക്കൽ എറർ വന്നു. നാളെ നമ്മൾ അത് റെക്ടിഫൈ ചെയ്യും. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ആണ് നമ്മുടെ ഒരു എൻകറേജ്മെന്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക കേട്ടോ ക്ലാസ്. കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിന് കംപ്ലീറ്റ്ലി കോഴ്സ് ഫ്രീ ആണ്. നിങ്ങൾക്ക് ആപ്പിലേക്ക് പോകേണ്ടി വരത്തില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇൻ കേസ് ഏതെങ്കിലും ലെക്ചേഴ്സ് വിട്ടുപോയി, അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പൊ ശനിയും ഞായറൊക്കെ നമ്മുടെ ക്ലാസ് കുറച്ച് മൊഡ്യൂൾ ലെങ്തും കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രം അതിലേക്ക് പോകാം. ഓക്കെ, എന്തായാലും ലൈവിൽ നിങ്ങളുടെ പ്രസൻസ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുക. നമുക്കൊരു 45 ഡേയ്സ് അടുപ്പിച്ചുണ്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ടൊരു പ്രിപ്പറേഷനും കൂടെ ഇതിനോടൊപ്പം ഒരു ഫോളോ അപ്പ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തവണ CSIR ക്വാളിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ഫീഡ്ബാക്ക്, സാറിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഫീഡ്ബാക്ക് ഫോം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് എന്തായാലും അതിലേക്ക് ഷെയർ ചെയ്യാം.
പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഷെയർ ചെയ്യുക. അത് നമ്മളെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു.